മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. അതിനകത്ത് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ, എയർ ആൻഡ് നോയ്സ് ക്വാളിറ്റി, എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ, EIA, കേസ് സ്റ്റഡീസ് ഓഫ് EIA. So first let's see what are the standards for water, air and noise quality. ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി, ഒരു കഥ പഠിക്കും പോലെ പഠിച്ചു പോയാൽ മതി കേട്ടോ. So the Ministry of Environment, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അവരെ ടോട്ടലി നമ്മൾ വിളിക്കും MOEFCC ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഇൻ എ ഗ്രേറ്റ് എഫേർട്ട് ഇൻ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇൻ ഇന്ത്യ. ആക്ച്വലി EIA പ്രോസസ്സ് നോക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പല മിനിസ്ട്രീസ് ഉണ്ടല്ലോ, ആ മിനിസ്ട്രിയിലെ എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു മിനിസ്ട്രിയാണ് EIA നോക്കുന്നത്. മെയിൻ ലോസ് ഇൻ ആക്ഷൻ ആർ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ലോസ് ഉണ്ട്. ഒന്നാമത്തത് വാട്ടർ ആക്ട്, 1974 വാട്ടർ ആക്ട്, 1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നീട് 1981 എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും ഇതിന് മുൻപ് 1986, പിന്നെ ലാസ്റ്റ് 2002 ഇറങ്ങിയിട്ടുള്ള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ദ റെസ്പോൺസിബിൾ, ഇതിനകത്ത് സൈഡിലൊക്കെ ഈ 52 എന്ന് പറയുന്നത് നിങ്ങളെ ജേർണൽസിലൊക്കെ ലിങ്ക് കൊടുക്കാറുണ്ടല്ലോ, ഏത് റെഫറൻസ്, അതുപോലത്തെ 52, ഡോണ്ട് ബോദർ ദാറ്റ്. സോ ദ റെസ്പോൺസിബിൾ ബോഡി ഫോർ ദിസ് ഇസ് ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോ ഇത് മിനിസ്ട്രി, അതായത് ഇപ്പം വിദ്യാഭ്യാസത്തിന് ഒരു മിനിസ്ട്രി ഉള്ള പോലെ തന്നെ MOEFCC എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രിയാണ്. ആ മിനിസ്ട്രിക്ക് അടിയിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB എന്ന് നമ്മൾ പറയും. നമുക്കവിടെ കേരളയ്ക്കും ഉണ്ട് KPCB എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, CPCB. അവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബോഡി, അതായത് മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുള്ള ഒരു ബോഡി എന്ന് പറയുന്നത് CPCB ആണ്. ഈ EIA സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ഒരുപാട് ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. സോ വാട്ട് ആർ ദി പ്രൈമറി ഡേറ്റ? Primary data are those collected in the field to define the status of the environment. അതായത് എയർ ക്വാളിറ്റി ഡേറ്റ, വാട്ടർ ക്വാളിറ്റി ഡേറ്റ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് എൻവയൺമെൻറ്റിൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുക. Whereas secondary data are those collected over the years that can be used to understanding the existing environmental scenario of the study area. അതായത് കുറേ കാലങ്ങൾക്ക് മുൻപ് അപ്പോൾ ഉള്ള സ്റ്റാറ്റസിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുക. സെക്കൻഡറി ഡേറ്റ എന്ന് മുൻപ്, ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഡേറ്റാസ് ആ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റീനെ കുറിച്ചിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുക. And the EIA studies are conducted over a short period of time, and therefore the understanding of the environmental trends based on a few months of primary data has limitations. അതായത് നമ്മളൊരു കുറച്ച് കാലത്തേക്ക്, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്റ്റ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം കളക്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും ആ പ്രൈമറി ഡേറ്റയ്ക്ക്. Ideally, the primary data must be considered along with the secondary data for complete understanding of the existing environment status of the area. So, നമ്മളൊരു പ്രൈമറി ഡേറ്റയ്ക്കൊപ്പം തന്നെ സെക്കൻഡറി ഡേറ്റയും കൂടെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ട് ഒരു എൻവയൺമെൻറ്റൽ സ്റ്റാറ്റസ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഓക്കെ, സോ ഇൻ മെനി EIA studies, the secondary data needs could be as high as 80% of the total data requirement. അത് നമുക്ക് വേണ്ട മൊത്തം ഡേറ്റയിൽ ഏകദേശം 80% ഡേറ്റ നമുക്ക് ഈ സെക്കൻഡറി ഡേറ്റയിൽ നിന്നാണ് കിട്ടുന്നത്. സോ EIC is the repository of one-stop secondary data source for environmental impact assessment in India. സെക്കൻഡറി ഡേറ്റ കൊടുക്കുന്നതിനെ നമ്മൾ EIC എന്നാണ് പറയുക. ഓക്കെ, EIC is the repository of one-stop secondary data. One-stop secondary data, environmental impact assessment നമ്മൾ കളക്ട് ചെയ്യുന്ന one-stop secondary ഡേറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് EIC. അത് ഞാൻ കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, the EIA experience in India indicates that the lack of timely availability of reliable and authentic environmental data has been a major bottleneck in achieving the full benefits of EIA. നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം EIA പഠിക്കുന്നുണ്ട്, EIA ചെയ്യുന്നുണ്ട്, ഒക്കെ ഓക്കെ.
പക്ഷേ ഇതിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അപ്പം അവൈലബിൾ ആയിട്ടുള്ള ലാക്ക് ഓഫ് ടൈംലി അവൈലബിലിറ്റി, നമുക്ക് വേണ്ട ആക്ച്വൽ ഡേറ്റാസ്, എൻവയറമെൻറ്റൽ ഡേറ്റാസ്, റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള എൻവയറമെൻറ്റൽ ഡേറ്റാസ് നമുക്ക് കൃത്യം സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ EIA ഏറ്റവും വലിയൊരു EIA നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. The environment being a multidisciplinary object, a multitude of agencies are involved in collection of environmental data. നമുക്കറിയാം എൻവയൺമെൻറ്റിനകത്ത് വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, അങ്ങനെ പല സാധനങ്ങൾ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനത്തെയുള്ള ഓരോന്നും നോക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും, അപ്പം ഓരോ ഏജൻസീസ് ആയിരിക്കും. അപ്പോൾ ഈ ഏജൻസീസിൽ നിന്നൊക്കെ വേണം നമുക്ക് ഈ എൻവയൺമെൻറ്റൽ ഡേറ്റ കളക്ട് ചെയ്യാൻ. However, no single organization in India tracks available data from these agencies and makes it available in one place in a form required by environmental impact assessment practitioners. നമുക്കറിയാം ഒരു സിംഗിൾ ഓർഗനൈസേഷനും ഇല്ല ഇന്ത്യയിൽ. എല്ലാ തരത്തിലുള്ള ഏജൻസി, ഈ പറയുന്ന ഓരോ എയർ നോക്കുന്ന, വാട്ടർ നോക്കുന്ന, ഇങ്ങനെ ഓരോ ഏജൻസീസിൽ നിന്നും കളക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാൻ മാത്രമുള്ള ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ഇന്ത്യയിലില്ല. ഓക്കെ, അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. സോ ഫർദർ എൻവയൺമെൻറ്റ് ഡേറ്റ ഇസ് നോട്ട് അവൈലബിൾ ഇൻ എൻഹാൻസ് ഫോംസ് ദാറ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ്. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ ഡേറ്റയും അവൈലബിൾ അല്ല, നല്ലൊരു വൃത്തിയുള്ള അല്ലെങ്കിൽ നീറ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള എൻവയൺമെൻറ്റൽ ഡേറ്റയും ഇവിടെ ഇല്ല. This makes it harder and more time consuming to generate environmental impact assessment and achieve timely environmental clearance from regulators. So ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് ഒരുപാട് സമയം എടുക്കുകയും വേണ്ട സമയത്ത് നമുക്ക് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാതാവാതിരിക്കുന്നതും ഒരവസ്ഥ വരുന്നുണ്ട്. With this background, the Environment Information Center, so EICൻ്റെ ഫുൾ ഫോം EIC എന്ന് വെച്ചാൽ Environmental Information Center, has been set up to serve as a professionally managed clearing house of environmental information that can be used by MOEF. MOEFൻ്റെ താഴെ ഈ പറയുന്ന എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ആയിട്ട് ഇപ്പം ഉള്ള സ്ഥാപനമാണ് EIC അഥവാ എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻ സെൻറ്റർ. ഓക്കെ, സോ ദാറ്റ് MOEFനും പ്രൊജക്ട് പ്രൊപ്പണൻസിനും കൺസൾട്ടൻസിനും NGOസിനും എല്ലാവർക്കും എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻസും ഈ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻ സെൻറ്ററിന് കൊടുക്കാം. ക്ലിയർ? Now, EIC caters to the need of creating and disseminating of organized environmental data for various developmental initiatives all over the India. എന്താണ് എല്ലാ ഡേറ്റാസും എല്ലാ ഡെവലപ്മെൻറ്റൽ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡേറ്റാസും ഈ പറയുന്ന EICക്ക് ഉണ്ടാവും. സോ EIC ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് GIS ഫോമാറ്റിലാണ്. നമുക്കറിയാം റിമോട്ട് സെൻസിങ് GIS, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ആ ഒരു ഫോമാറ്റിലാണ് ഇവർ സ്റ്റോർ ചെയ്യാൻ. മേക്സ് ഇറ്റ് അവൈലബിൾ ടു ഓൾ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡീസ്. എല്ലാ എൻവയൺമെൻറ്റൽ EIA സ്റ്റഡീസിനും അവർ ഈ പറയുന്ന ഡേറ്റാസ് കൊടുക്കും. അതേപോലെ തന്നെ EIA സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ ഡേറ്റാസ് കൊടുക്കും. സോ ദാറ്റ് വി ക്യാൻ കൺസ്യൂം ദ ടൈം ആൻഡ് വി ക്യാൻ യൂസ് ദ മണി എക്കണോമിക്കലി for EIA process, so that we can manage that in different proportions such as remedy measures etc. The standards of water, air and noise quality are set up by the ministry and guidelines are attached as അതിൻ്റെ അഡീഷണൽ നോട്ട്സ് ആയിട്ട് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കത് പഠിക്കാം. സോ ദിസ് ഈസ് ജനറൽ EIAക്കുള്ള ഒരു ജനറൽ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പം സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ടർ ആൻഡ് എയർ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു കഥ പോലെ പഠിച്ചത് എന്താണ്, ഈ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡ്രോബാക്സ്, ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ആൻസേഴ്സ് എഴുതാൻ പറ്റും. സ്റ്റാൻഡേർഡ്സും ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാം. സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. കാരണം ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ജസ്റ്റ് വാല്യൂസ് പഠിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ടർ, എയർ ആൻഡ് നോയ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ അഥവാ EMP. Preparation of environmental management plan is required for formulating, implementation and monitoring of environmental protection measures during and after commissioning of project. പ്രൊജക്റ്റിൻ്റെ
പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നതിന് മുൻപും ശേഷവും നമ്മൾ ആ പറയുന്ന പ്രൊജക്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഫോർമുലേറ്റ് ചെയ്ത് അതവിടെ പ്രാവർത്തികമാക്കി അത് മോണിറ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ EMP അഥവാ എൻവയറമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയാം. The plans should indicate the details as to how various measures have been or are proposed to be taken, including cost components as may be required. ഇതിനകത്ത് എല്ലാ ആ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ആ പ്രൊജക്റ്റ് ഇമ്പാക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഉണ്ടാവും. അതിനൊപ്പം തന്നെ കോസ്റ്റ് കമ്പണൻസ്, അതായത് ഇതിനെ ചിലവുകൾ ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ളതും എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാവും. കോസ്റ്റ് ഓഫ് മെഷേഴ്സ്, അതായത് ഈ പറയുന്ന മെഷർ നമ്മളിപ്പം ഒരു വാട്ടറിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആ EIAയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെഷറിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആക്ച്വലി EMP അഥവാ എൻവയറമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ. Cost of measures for environmental safeguard should be treated as an integral component of the project cost, and environmental aspects should be taken into account by various stages of പ്രോജക്ട്സ്. അതായത് ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊജക്റ്റ് കോസ്റ്റ് ഉണ്ട്, എൻവയറമെൻറ്റൽ ആസ്പെക്ട്സും ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിലും എൻവയറമെൻറ്റൽ ആസ്പെക്ട്സിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ കോസ്റ്റും കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും അതിനനുസരിച്ച് പ്രൊജക്റ്റ് പെട്ടെന്ന് മുന്നോട്ട് നീക്കാനും സാധിക്കും. മനസ്സിലായോ? ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിനും ഒരുപാട് ചിലവുകൾ ഉണ്ടാവും. ഓക്കെ, നൗ ഇതിനകത്തുള്ള വരുന്ന സ്റ്റെപ്പുകൾ 4 EMPയിൽ. കോൺസെപ്ച്വലൈസേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, ഓപ്പറേഷൻ. ഫസ്റ്റ് എന്താ കോൺസെപ്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രിലിമിനറി എൻവയറമെൻറ്റൽ അസസ്മെൻറ്റും ആ ലൊക്കാലിറ്റി, ആ പ്രൊജക്റ്റ് തുടങ്ങുന്ന ലൊക്കാലിറ്റിയിലുള്ള പ്രിലിമിനറി എൻവയറമെൻറ്റൽ അസസ്മെൻറ്റ് നടത്തുന്നതിനെ നമ്മൾ കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയും. അതിനുശേഷം അവിടെയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചും പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള സേഫ് ഗാർഡ് മെഷേഴ്സ് ഡിസൈൻ ചെയ്യും. അതിനെ നമ്മൾ പ്ലാനിംഗ് എന്ന് പറയും. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എൻവയറമെൻറ്റൽ സേഫ്റ്റി മെഷേഴ്സ് ആക്കിയിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിനെ നമ്മൾ എക്സിക്യൂഷൻ എന്ന് പറയും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഈ പറയുന്ന സേഫ് ഗാർഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതവിടെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യും. അതിനെ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയും. സോ 4 steps ആർ കോൺസെപ്ച്വലൈസേഷൻ, planning, execution and operation. The management plan should be necessarily based on consideration of resource conservation and pollution abatement, some of which are ഈ മാനേജ്മെൻറ്റ് പ്ലാനിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ റിസോഴ്സിൻ്റെ കാര്യങ്ങളാണ് നോക്കുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ നോക്കും: ലിക്വിഡ് എഫ്ലുവൻസ്, എയർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ്, നോയ്സ് ആൻഡ് വൈബ്രേഷൻ, ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, പ്രിവെൻഷൻ, എൻവയറമെൻറ്റൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രിവെൻഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ, ഹൗസ് കീപ്പിംഗ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, recovery, use of waste products, digital cover, disaster planning, environmental management cell. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ എല്ലാത്തിൻ്റെയും ഒരു കുഞ്ഞു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലിക്വിഡ് എഫ്ലുവൻറ്റ്, അതായത് ഇൻഡസ്ട്രിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യും. വെൽ ടു ദ സ്റ്റാൻഡേർഡ്സ് ആസ് CPCBയും കേരള സ്റ്റേറ്റ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്സിനകത്തേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെയോ സോയിൽ പെർമിയബിലിറ്റി സ്റ്റഡീസ് നടത്തണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഷുഡ് ബി മെയ്ഡ് പ്രയോർ ടു എഫ്ലുവൻസ് ബീങ് ഡിസ്ചാർജ്ഡ് ഇൻ ടു. ഈ പറയുന്ന എഫ്ലുവൻസ് ഒക്കെ സോയിലിനകത്തേക്ക് കൊടുക്കുമ്പം ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവുമോ, അത് പെർക്കുലേറ്റ് ചെയ്തിട്ട് സോയിൽ പെർമിയബിലിറ്റി സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന വേസ്റ്റ് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പം ആ മണ്ണിൽ നിന്ന് താഴേക്കൂടെ പെർക്കുലേറ്റ് ചെയ്തിട്ട് താഴത്തെ ഗ്രൗണ്ട് വാട്ടറിലെത്തി അത് പ്രശ്നമായിട്ട് പൊല്യൂഷൻ ആവുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ എന്തൊക്കെയാണ് എടുക്കേണ്ടത്? ബേർഡ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പം അതിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ എത്തുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ടോക്സിക് കമ്പണൻസ്, എയർ, ഓയിൽ, ഗ്രീസ്, പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ഡെത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫ്ലുവൻസിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ലൊക്കേഷൻ ഓഫ്, അതായത് നമ്മളൊരു ലിക്വിഡ് എഫ്ലുവൻ്റ് എന്ന് കേട്ടാൽ നമുക്ക് എന്തൊക്കെ ദോഷമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ തോന്നുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ഇപ്പം നിങ്ങൾക്കിപ്പം ഞാൻ പഠിപ്പിച്ച് തന്നത് തന്നെ ഓർമ്മയില്ല വെച്ചാൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് യുവർ ഓൺ തിങ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, കാരണം ഇത് ജനറൽ ആണ് ടോട്ടലി. പിന്നെ ലൊക്കേഷൻ ഓഫ് പ്ലാൻ ഷുഡ് ബി പ്രോഹിബിറ്റഡ് ഇൻ ടൈപ്സ് ഓഫ് സെൻസിറ്റീവ് ഏരിയാസ്. പ്ലാന്റ്സ്
അധികമൊന്നും നട്ട് വളർത്താൻ പാടില്ല. പിന്നെ ഡീപ്പ് വെൽ ബറിയൽ ഓഫ് ടോക്സിക് എഫ്ലുവൻസ് ഷുഡ് നോട്ട് ബി റിസോർട്ടഡ് ടു ആസ് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ റീസർഫസിങ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ടോക്സിക് എഫ്ലുവൻസ് ഉള്ള രീതിയിൽ ഡീപ്പായിട്ട് കിണറൊന്നും കുഴിക്കാൻ പാടില്ല. റീസർഫസിങ് നമ്മൾ കൊടുക്കണം. ചുറ്റും ക്രോപ്പും ലൈഫ് സ്റ്റോക്സും ഒന്നും വളർന്ന് അത് ഡാമേജ് ആവാതിരിക്കാൻ റീസർഫസിങ് കൊടുക്കണം. ഈ എല്ലാ കേസിലും നമുക്ക് കിട്ടുന്ന വാട്ടറിനെ റീയൂസ് ചെയ്യാനും അത് കൺസേർവ് ചെയ്യാനും പറ്റിയിരിക്കണം ഈ ഓരോ കേസിലും. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന കേസിൽ സോയിൽ പെർമിബിലിറ്റി ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്, പിന്നെ ബേർഡ്സ് പോകുന്നത്, എഫ്ലുവൻസ് ഫ്രം ഈ പറയുന്ന ടോക്സിക് കമ്പണൻസ് അതിനെക്കുറിച്ച് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. നെക്സ്റ്റ് വൺ ഇസ് എയർ പൊല്യൂഷൻ. അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ നിന്ന് തന്നെ ഓരോരോ ഇങ്ങനെ കുഴലിൽ നിന്നും ഒരുപാട് എമിഷൻസ് പുറത്തേക്ക് പോകുന്നതിന് ഓരോരോ ലെവല് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ. പിന്നെന്താണ്, ഏതെങ്കിലും ഈ പറയുന്ന പല തരത്തിലുള്ള എമിഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാക്സ് ഓരോന്നിനും കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഓരോരോ പുറത്തേക്ക് തള്ളുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഓരോരോ സാധനം കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് ഓരോ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ കുഴലിൻ്റെ അവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ എമിഷൻസ് തടയാൻ ഇൻഡസ്ട്രീസിൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൺട്രോൾ മെഷേഴ്സ് കൊടുക്കാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ഇതേപോലെ തന്നെ സ്റ്റാക്ക് എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെന്താണ്, സ്റ്റാക്ക് ഹൈറ്റ് ഒക്കെ ഈ CPCB പറയുന്ന ഒരു ലെങ്ത് ഉണ്ട്. ആ സ്റ്റാക്ക് ഹൈറ്റ് ഒക്കെ അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡിസ്പേർഷൻ, പൊല്യൂട്ടൻസിൻ്റെ ഡിസ്പേർഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡിങ്സും ടൗൺഷിപ്പും ഷുഡ് ബി ബിൽട്ട് അപ്പ് വിൻഡ് ഓഫ് പ്ലാന്റ് വിത്ത് 1.5 to 1 kilometer ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. പൊല്യൂഷൻ ഒരിക്കലും ഇല്ലാൻ സാധ്യതയില്ലാത്ത ആ ഒരു ഏരിയയാണ് നമ്മൾ ഗ്രീൻ ബെൽറ്റിനകത്ത് പെടും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിക്കകത്ത് ഒന്നും ഈ പറയുന്ന ടൗൺഷിപ്പിലൊന്നും ഇങ്ങനത്തെ തരത്തിലുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല. അതാണ് സോയിൽ പൊല്യൂഷനകത്ത് എയർ പൊല്യൂഷനകത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് സോളിഡ് വേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സോളിഡ് വേസ്റ്റ്. ഈ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ സൈറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് അവിടുത്തെ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന വേസ്റ്റുകൾ ഇങ്ങനെ പെർമിയബിളായ സർഫസ് കൂടെ ഒഴുകി താഴെ എത്താൻ സാധ്യതയുണ്ടോ, റിവറിലേക്കും അവിടേക്ക് എത്താൻ സാധ്യതയുണ്ടോ നോക്കണം. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയാസ് നമ്മൾ വൃത്തിയായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. പിന്നെ റിയാക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ വൃത്തിയിൽ ഡിസ്പോസ് ചെയ്യണം. സ്യൂട്ടബിൾ എഡിറ്റീവ്സ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. പിന്നെ ദ പാറ്റേൺ ഓഫ് ഫില്ലിംഗ് ഡിസ്പോസൽ സൈറ്റ് ഷുഡ് ബി പ്ലാൻഡ് ടു ക്രിയേറ്റ് ബെറ്റർ ലാൻഡ്സ്കേപ്പ് ആൻഡ് ബി അപ്രൂവ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് ഏജൻസി. ഓക്കെ, അതായത് നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ലാൻഡ് ഫില്ലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ലാൻഡ് ഫില്ലിംഗ് സൈറ്റിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. ബെറ്റർ ലാൻഡ്സ്കേപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ, ഒരു പെർട്ടിക്കുലർ ഏജൻസി ഉണ്ടാവും അതൊക്കെ നോക്കാൻ. ആ ഏജൻസി പറയുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസ്പോസൽ സൈറ്റ് പ്ലാൻ ചെയ്യാൻ. പിന്നെ ഇൻറ്റൻസീവ് പ്രോഗ്രാംസ് ഓഫ് ട്രീ പ്ലാന്റേഷൻസ് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഡിസ്പോസൽ ഏരിയാസിൽ കൊടുക്കണം. അതാണ് എന്തിൽ വരുന്നത്, സോളിഡ് വേസ്റ്റിൽ വരുന്നത്. ഇനി നോയ്സ് ആൻഡ് വൈബ്രേഷൻ. നോയ്സും വൈബ്രേഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഡിക്വേറ്റ് മെഷേഴ്സ് നമ്മൾ കൊടുക്കണം. പിന്നെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് പ്രോപ്പർ പ്രിക്കോഷണറി മെഷേഴ്സ് ഫോർ അഡോപ്റ്റിംഗ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി ടേക്കൺ. പ്രോപ്പർ പ്രിക്കോഷണറി മെത്തേഡ്സ് നമ്മൾ കൊടുക്കണം. നോയ്സ് ആൻഡ് വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡക്വേഷൻ മെഷേഴ്സ് കൊടുക്കണം. ഒക്യുപ്പേഷണൽ സേഫ്റ്റിയും ഹെൽത്തും നോക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് കൊടുക്കണം. പിന്നെ പ്രിവെൻഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എൻവയൺമെൻറ്റൽ കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ അഡക്വേറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തിനു കൊടുക്കണം, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് ഷട്ട് ഡൗൺ ഓഫ് കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ടി കൊടുക്കണം. കൺട്രോൾ സിസ്റ്റം ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യാനും മെയിൻ്റനൻസിനും കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണം. ഒരു പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിസ്റ്റം ഓഫ് ഇൻ്റർലോക്കിംഗ് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടോക്സിക് കമ്പണൻസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്
എൻവയൺമെൻറ്റൽ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റം കൊടുക്കാം. നെക്സ്റ്റ് വൺ ഈസ് അണ്ടർ ഹൗസ് കീപ്പിംഗ്. പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലെൻലിനെസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി ഇൻഡസ്ട്രി. പുറത്തും അകത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഹൗസ് കീപ്പിങ്ങും ക്ലെൻലിനെസ് ഒക്കെ. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പം ഈ സോളിഡ് ലിക്വിഡ് വേസ്റ്റ് ഒക്കെ ഡംപിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറി വേണം നമ്മൾ റെസിഡൻഷ്യൽ കോളനീസ് ഒക്കെ തുടങ്ങാൻ. ഓക്കെ, പിന്നെന്താണ്, എൻവയൺമെൻറ്റൽ കണ്ടീഷൻസ് ഒക്കെ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാ വേണ്ടിയിട്ടാ വെച്ചാൽ എയർ പൊല്യൂഷൻ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് നഷ്ടപ്പെട്ടവരോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ആയവരോ ഒക്കെ ആണെങ്കിൽ അവരൊക്കെ വൃത്തിയിൽ നമ്മൾ പുനരധിവാസം ചെയ്തിരിക്കണം. അതൊക്കെയാണ് റെസിഡൻഷ്യൽ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് കേസിൽ വരുന്നത്. ഇനി ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പാർക്കിംഗ് പ്ലേസസ്, ട്രക്കിനും ഓരോരോ വെഹിക്കിളിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രോപ്പർ പാർക്കിംഗ് പ്ലേസസ്, കൺജഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം. പിന്നെ സിറ്റിംഗ് ഓഫ് ഇൻഡസ്ട്രീസ് ഓൺ ഹൈവേസിലൊക്കെ ഇൻഡസ്ട്രീസിൻ്റെ സൈറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ വെഹിക്കിൾസ് പോവുമല്ലേ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ സൈറ്റിംഗ് ഇൻഡസ്ട്രീസ് കൊടുക്കണം. അല്ലെങ്കിൽ ഹൈവേസിൽ ഇൻഡസ്ട്രി സൈറ്റ് ചെയ്യുന്നത് കുറയ്ക്കണം. ഓക്കെ, പിന്നെ സ്പില്ലേജ് ഓഫ് കെമിക്കൽസും സബ്സ്റ്റൻസും റോഡ്സിലേക്ക് പോകുന്നത് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് പ്രോപ്പർ റോഡ് സേഫ്റ്റി സൈൻസ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കണം. ഒരു പ്ലാന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡിൽ വഴികളിലൊക്കെ തന്നെ പ്രോപ്പർ റോഡ് സേഫ്റ്റി സൈൻസ് കൊടുക്കണം. ഇനി റിക്കവറി റീയൂസ് ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സിനടിയിൽ എന്തൊക്കെയാണ് വരുന്നത്? Efforts should be made to recycle or recover the waste materials to the extent possible. വേസ്റ്റ് മെറ്റീരിയൽസിന് എഫേർട്സ് കൊടുക്കണം, റീസൈക്കിൾ ചെയ്യാനും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ. പിന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് എഫ്ലുവൻസ് കൺവെൻഷനലിയും സേഫ്ലിയും നമുക്ക് ഇറിഗേഷൻ ലാൻഡ്സിലേക്കും ഫീൽഡിലേക്കൊക്കെ കൊടുക്കാൻ സാധിക്കണം. അതാണ് റിക്കവറി റീയൂസ് ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ്. പിന്നെ വെജിറ്റൽ കവറിനകത്ത് പറയുന്നത് ഇൻഡസ്ട്രീസിൽ അവിടെയൊക്കെ നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യണം, വെജിറ്റൽ കവറൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് 10 ഏക്കർ ഓഫ് ലാൻഡിൽ 10 ഏക്കറിലും കൂടുതൽ സ്ഥലമുള്ള ഇൻഡസ്ട്രീസിന് കേസിലാണ് നമ്മളിത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ അറൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫയറോ എക്സ്പ്ലോഷനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് അതർ സേഫ്റ്റി അപ്ലയൻസ് ഷുഡ് ബി kept ready for use during disaster emergency situation including natural calamities. earthquake ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും അപ്ലയൻസസും അവിടെ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സെൽ. അതായത് ഓരോരോ ഇൻഡസ്ട്രീസിനും അവരുടേതായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൻ വേണം. എന്തിനാണ്? എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റിൻ്റെ മോഡലിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അത് മോണിറ്റർ ചെയ്യാനും പാകത്തിനുള്ളൊരു എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സെല്ല് എല്ലാ ഇൻഡസ്ട്രീസിൻ്റെ കേസിലും വേണം. സോ ദീസ് ആർ ദ 13 points which comes under environmental management plan. So you should have to study all these 13 points. environment EMP ചോദിച്ചാൽ ആദ്യം ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ 4 സ്റ്റെപ്സ്, അതിൽ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ മേഖലകളാണ് 13 ആർ ദെയർ. ആൻഡ് 13ലും ഓരോന്നിനും 5 മാർക്കൊക്കെയാണ്. കുഞ്ഞു എക്സ്പ്ലനേഷൻ, വലിയ മാർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇനി കേസ് സ്റ്റഡീസ് ഓഫ് EIA ആണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസ് സ്റ്റഡിയാണ്. അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കട്ടെ, നാളെ തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ച് ചെയ്യാം. ആൻഡ് സ്റ്റുഡൻസ് December 7th തൊട്ടിട്ട് നിങ്ങളുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. പുതിയ ഡേറ്റ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മൊഡ്യൂൾ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു കാര്യം കൂടെ, ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ അറ്റൻഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്നാലാണ് ഇന്നത്തെ അറ്റൻഡൻസ് കിട്ടുക.